ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നവും ഒരാളുടെ ചിന്താരീതിയിൽ നിന്നും അതേ തുടർന്നുണ്ടാകുന്ന പ്രവൃത്തികളെയും ആശ്രയിച്ചാണ്. ഇന്ന് നമുക്ക് കുറച്ച് കേസ് സ്റ്റഡികൾ ചെയ്യാം. ദിസ് ഈസ് മരിയ ജോവിറ്റ. വെൽക്കം ടു ഹാപ്പി ലൈഫ്. ആദ്യമായി നമ്മൾ നോക്കുന്നത് ആടുജീവിതത്തിലെ നജീബിന്റെ ജീവിതമാണ്. നജീബ് എങ്ങനെ ആ മരുഭൂമിയിൽ എത്തപ്പെട്ടു എന്ന് അറിയണമെങ്കിൽ നജീബിന്റെ അതുവരെയുള്ള ജീവിതം നമ്മൾ അറിയേണ്ടതുണ്ട്. പലരും ചിന്തിക്കുന്നത് വളരെ ദുഷ്ടത നിറഞ്ഞ സ്വഭാവം മറ്റുള്ളവരോട് കാണിക്കുന്നവരാണ് ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെടുന്നത് എന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇവിടെ നമ്മളെ ആരും ശിക്ഷിക്കാറില്ല. നമ്മുടെ ചിന്താരീതികൾക്കും വികാരങ്ങൾക്കും അനുസരിച്ചുള്ള ഒരു ജീവിതം രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. നജീബിനെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തെക്കുറിച്ച് വളരെ ഭയം നിറഞ്ഞ പല ചിന്താഗതികളും ഉള്ളിക്കൊണ്ട് നടന്നിട്ടുണ്ടാകാം. അതുവരെയുള്ള കഥ നമുക്കറിയില്ല. എങ്കിലും പിന്നീടുണ്ടായ കഥകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അയാൾ മരുഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ കാരണം നമുക്കറിയാവുന്ന കഥകൾ കൂട്ടിവായിച്ച് നമുക്ക് പറയാൻ ശ്രമിക്കാം. മരുഭൂമിയിലെത്തിയ നജീബ് നഷ്ടപ്പെട്ട കുടുംബത്തെ ഓർത്ത് കരഞ്ഞെങ്കിലും അയാളുടെ ചിന്തകളിൽ എപ്പോഴും കുടുംബം മാത്രമായിരുന്നു. ഈ ജോലികൾ ചെയ്യാൻ താൻ തയ്യാറാണ്, അതിനുള്ള കൂലി തന്നാൽ മതി എന്ന നിലപാടിൽ വരെ അയാൾ എത്തിയിരുന്നു. ആരോടും മിണ്ടാൻ ഇല്ലാതിരുന്നിട്ടും തൻ്റെ ചുറ്റിലുമുള്ള ആടുകളെ പേരിട്ട് വിളിച്ചും സംസാരിച്ചും മക്കളായി കണ്ടും തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ നിലനിർത്തുകയായിരുന്നു. ആ സ്വപ്നമാണ് പിന്നീട് യാഥാർത്ഥ്യമായത്. അയാളുടെ കഥയിൽ എവിടെയും അർമാമിനോട് പ്രതികാരം ചെയ്യാനുള്ള ചിന്തകൾ ഉണ്ടായതായി പോലും പറയുന്നില്ല. അതായത് അയാളുടെ ഫോക്കസ് പ്രതികാരത്തിലായിരുന്നില്ല, രക്ഷപ്പെടലിൽ ആയിരുന്നു. ചിലർ പറയാറുണ്ട്, ദൈവം എന്തുകൊണ്ട് അർമാമിനെ ശിക്ഷിക്കുന്നില്ല എന്ന്. ദൈവം ആരെയും ശിക്ഷിക്കാറില്ല. അർമാമിനെ സംബന്ധിച്ച് അയാളുടെ ചിന്തയിൽ ഒരിക്കലും തനിക്ക് ഇതിലും സുഖസുന്ദരമായി ജീവിക്കാനുള്ള അവസരം ധാരാളമുണ്ട് എന്ന ചിന്ത പോലും ഉണ്ടാകുന്നില്ല. അതിനാൽ അയാൾ എന്നും ആ മരുഭൂമിയിൽ ദുരിത പേർ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ശിക്ഷ എന്ന രീതിയിൽ പറയണമെങ്കിൽ ഒരു ഉയർന്ന ജീവിതത്തെപ്പറ്റി ചിന്തിക്കാൻ കഴിയാത്തത് തന്നെയല്ലേ അയാൾക്കുള്ള ശിക്ഷ. നമ്മുടെ സമൂഹത്തിൽ അനവധി ആളുകൾ ഇത്തരത്തിൽ ചിന്തിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ച് മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്നു. അവർ എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് പരാതി പറഞ്ഞും അസൂയപ്പെട്ടും ഭയപ്പെട്ടും എല്ലാം ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി രണ്ടാമത്തെ കേസ് സ്റ്റഡി. അത് നമ്മുടെ കലാമണ്ഡലം സത്യഭാമയുടെയും രാമകൃഷ്ണൻ്റെയുമാണ്. ഒരു കാലത്ത് വളരെ സുന്ദരിയും നർത്തകിയായും പിന്നീട് അധ്യാപികയായും എല്ലാം അഭിമാനത്തോടും അഹങ്കാരത്തോടും കൂടെ നടന്ന അവർക്ക് തൻ്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് വിപരീതമായ ഒരു വ്യക്തി തന്നെപ്പോലെ അധ്യാപകനാവുകയും ആളുകൾ ബഹുമാനിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഉണ്ടായ അസൂയയിൽ നിന്നും പുറത്തു വന്നതാണ് ആ വാക്കുകൾ. താൻ കറുത്തവനാണ് എന്ന ഒരു അപകർഷതാബോധം രാമകൃഷ്ണന് മനസ്സിൽ മുന്നേ ഉണ്ടായിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് ആ വാക്കുകൾ അയാളെ അത്രയധികം വിഷമിപ്പിച്ചത്. നമ്മൾ എത്ര വിഷമിച്ചാലും അതിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ എത്ര വിഷമിച്ചോ അത്രയും മുകളിലോട്ടാണ് ആ ജീവിതം പിന്നീട് പോവുക. അതാണ് നജീബിന് പിന്നീട് ഇത്രയും പ്രശസ്തിയും ബഹുമാനവും നേടിക്കൊടുത്തത്. രാമകൃഷ്ണന്റെ കേസിൽ അയാൾ കരയുകയും പരാതിപ്പെടുകയും കേസ് കൊടുക്കുകയുമാണ് ഉണ്ടായത്. അത് ഒരിക്കലും മാനേജ് ചെയ്യലല്ല, പ്രതിരോധിക്കലാണ്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ആ പ്രശ്നത്തിൽ സത്യഭാമയ്ക്ക് മാത്രമേ പ്രാധാന്യം ലഭിച്ചുള്ളൂ. രാമകൃഷ്ണനെ ആരും പുകഴ്ത്തി സംസാരിച്ചില്ല. അതേസമയം രാമകൃഷ്ണൻ, എനിക്കതിൽ വിഷമമുണ്ട്, എങ്കിലും സാരമില്ല, അവരുടെ അറിവില്ലായ്മയല്ലേ, എനിക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയും എന്ന രീതിയിൽ ആ പ്രസ്താവനയെ കണ്ടിരുന്നെങ്കിൽ രാമകൃഷ്ണന്റെ വ്യക്തിത്വം ആളുകൾ പുകഴ്ത്തിപ്പാടുമായിരുന്നു. രാമകൃഷ്ണന് ലഭിച്ച വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആ പ്രസ്താവന. അയാൾ അത് പാഴാക്കി കളഞ്ഞു. ഇതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, ക്ഷമിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ വളർത്തിയെടുക്കുകയും കൂടുതൽ അഭിവൃദ്ധി നിറഞ്ഞ ഒരു ജീവിതം മുന്നോട്ട് കാണാൻ ശ്രമിക്കുകയും ചെയ്താൽ നമ്മുടെ മുന്നിലും ധാരാളം അവസരങ്ങൾ ഉടലെടുക്കുന്നത് കണ്ടെത്താൻ കഴിയും. ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തെ വിശദമായി വിശകലനം ചെയ്താൽ ഇപ്പോൾ സംഭവിക്കുന്നതിന് കൃത്യമായ കാരണങ്ങൾ ലഭ്യമാവും. അഭിവൃദ്ധി നിറഞ്ഞ ഒരു ജീവിതത്തിന് എന്തെല്ലാം മാറ്റങ്ങളാണ് ജീവിതത്തിൽ വരുത്തേണ്ടത് എന്നും കണ്ടെത്തുക. മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോവുക. ജീവിതം സുന്ദരമായി തീരും, തീർച്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് കമൻ്റായി ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. എല്ലാവർക്കും സന്തോഷകരമായ ഒരു ജീവിതം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.